നമസ്തേ. സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റിലെ രണ്ടാമത്തെ ബ്ലോക്ക് വിതുരനീതിയിലെ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-2 യൂണിറ്റുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 3-ാമത്തെ യൂണിറ്റാണ്. അത് വളരെ പ്രധാനപ്പെട്ട യൂണിറ്റാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, പണ്ഡിത ലക്ഷണം പറയുന്നത് 3-ാമത്തെ യൂണിറ്റിലാണ്. യൂണിറ്റ് 3 പണ്ഡിത ലക്ഷണമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പണ്ഡിതന്മാർ ആരാണ്, എങ്ങനെയാണ് പണ്ഡിതന്മാരെ തിരിച്ചറിയുക എന്നാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. അത് ആര് പറയുന്നതായിരിക്കും? വിതുരര് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് ശ്ലോകം 16 മുതൽ 24 വരെ, വിതുരനീതിയിലെ 1-ാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിലാണ് പണ്ഡിത ലക്ഷണം പ്രതിപാദിക്കുന്നത്. ആ ശ്ലോകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ശ്ലോകം നോക്കാം അല്ലെ. പണ്ഡിത ലക്ഷണത്തില് ആദ്യം എന്താ പറയുന്നത് എന്ന് നോക്കാം. ലക്ഷണ സമ്പന്നോ രാജ ത്വയാ വനം പ്രേഷിതഃ ഇതി വിദുരഃ ധൃതരാഷ്ട്രം വദതി. ലക്ഷണ സമ്പന്നനായിട്ടുള്ള, എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനായിട്ടുള്ള ഒരു രാജാവ് അങ്ങയാൽ വനം പ്രേഷിതഃ വനത്തിലേക്ക് അയക്കപ്പെട്ടു എന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. ആരാണ് ആ എല്ലാ ലക്ഷണയുക്തനായിട്ടുള്ള രാജാവ്? യുധിഷ്ഠിരൻ. അപ്പൊ ലക്ഷണസമ്പന്നനായിട്ടുള്ള ഒരു രാജാവിനെ അങ്ങയാൽ വനത്തിലേക്ക് അയക്കപ്പെട്ടു എന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. അപ്പൊ യുധിഷ്ഠിരനെ വനത്തിലേക്ക് അയച്ച കാര്യമാണ് വിതുരർ സൂചിപ്പിക്കുന്നത്. രാജ ലക്ഷണസമ്പന്ന സ്ത്രൈലോക്യസ്യാധിപോ ഭവേത് പ്രേഷ്യസ്തേ പ്രേഷിതശ്ചൈവ ധൃതരാഷ്ട്ര യുധിഷ്ഠിരഃ. ധൃതരാഷ്ട്ര, അല്ലയോ ധൃതരാഷ്ട്രരെ, ലക്ഷണ സമ്പന്ന രാജ, എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്നവനായിട്ടുള്ള രാജാവ് ത്രൈലോക്യസ്യ അധിപഃ ഭവേത്, 3 ലോകങ്ങളുടെയും അധിപതിയാകാൻ കഴിവുള്ളവനാണ്. അല്ലെങ്കിൽ 3 ലോകങ്ങളുടെയും അധിപനാകാൻ കഴിവുള്ള, എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്നവനുമായ രാജാവ് ആണ് ആര്? യുധിഷ്ഠിരൻ. തേ പ്രേഷ്യഃ യുധിഷ്ഠിരഃ ച പ്രേഷിത ഏവ. അങ്ങനെയുള്ള യുധിഷ്ഠിരനെ അങ്ങ് വനത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പോ എല്ലാ ലക്ഷണങ്ങളൊത്തവനും എല്ലാ ലക്ഷണങ്ങളും ഒത്തവനായ രാജാവ് ആരാണ്? 3 ലോകങ്ങളെയും അടക്കി ഭരിക്കുവാൻ കഴിവുള്ളവനാണ്. അങ്ങനെയുള്ളവനായ യുധിഷ്ഠിരനെ അങ്ങ് എന്തു ചെയ്തു? വനത്തിലേക്ക് അയച്ചു എന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഇങ്ങനെ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്താണ്? 3 ലോകങ്ങളെയും കീഴടക്കിക്കൊണ്ട് ചക്രവർത്തി ആയിക്കൊണ്ട് അദ്ദേഹം മാറണം. പക്ഷെ അദ്ദേഹത്തെ അങ്ങ് ചക്രവർത്തിയാക്കിയില്ല എന്ന് വിതുരർ സൂചിപ്പിക്കുകയാണ് ഇവിടെ. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ധൃതരാഷ്ട്രസ്യ രാജ്യാധികാര രാഹിത്യം. ധൃതരാഷ്ട്രരുടെ രാജ്യാധികാരമില്ലായ്മ പറയുകയാണ്. വിപരീതതരശ്ചത്വം ഭാഗധേയേന സമ്മത അർച്ചിഷാം പ്രക്ഷയാച്ചൈവ അധർമാത്മാ ധർമ്മകോവിദഃ. ധർമാത്മാ ധർമ്മകോവിദഃ ച. ധർമാത്മാവും ധാർമ്മികനും ധർമ്മകോവിദഃ ധർമ്മം ആചരിക്കുന്നതിൽ സമർത്ഥനുമാണെങ്കിലും ത്വം വിപരീതതരഃ അഭൂഹു. ത്വം അങ്ങ്, ഇന്നലെ പറഞ്ഞു യുഷ്മത് ശബ്ദം പ്രഥമാവിഭക്തി ഏകവചനം. ത്വം നീ, അല്ലെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങ്. രാജാവിനെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങ് എന്ന് എടുക്കണം. ത്വം അങ്ങ് വിപരീതതരഃ അഭൂഹു. അങ്ങ് എന്താണ്? തികച്ചും വിപരീതനാണ്. രാജ്യലക്ഷണങ്ങൾക്കെല്ലാം വിപരീതനാണ് അങ്ങ്. അങ്ങ് ധാർമ്മികനാണ്, ധർമ്മങ്ങൾ ആചരിക്കുന്നതിൽ സമർത്ഥനാണ്. എങ്കിലും ഒരു രാജാവിന് വേണ്ടതായിട്ടുള്ള ലക്ഷണങ്ങളിൽ നിന്നെല്ലാം അങ്ങ് വിപരീതനാണ്. അർച്ചിഷാം പെർക്ഷയാ ചെയ്വ.
ഭാഗധേയേ ന സമ്മതഃ. എന്താണ്? മാത്രമല്ല അർച്ചിഷാം പ്രക്ഷയാത്, കാഴ്ച ശക്തി ഇല്ലാത്തവനായതുകൊണ്ട് അങ്ങ് എന്താണ്? ഭാഗധേയേ ന സമ്മതഃ, രാജാധികാരിയായി ഇരിക്കുന്നതിന് അങ്ങേക്ക് അർഹതയില്ല, അല്ലെങ്കിൽ അങ്ങയുടെ ബുദ്ധി അങ്ങേക്ക് കാഴ്ചയില്ല എന്നതിനാൽ രാജാവായിരിക്കുന്നതിൽ അങ്ങേക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങ് ധാർമ്മികനും ധർമ്മം ആചരിക്കുന്നതിൽ സമർത്ഥനുമൊക്കെ ആണെങ്കിലും രാജാവിന് വേണ്ടതായ ലക്ഷണങ്ങളിൽ അങ്ങ് വിപരീതനാണ്, അല്ലെങ്കിൽ ആ രാജാവിന് വേണ്ടതായ കാര്യങ്ങൾ അങ്ങേക്ക് ഇല്ലാത്തതാണ്. എന്താണ്? മാത്രമല്ല കാഴ്ച ശക്തി ഇല്ലാത്തവനായതുകൊണ്ട് രാജ്യത്തിന്റെ അധികാരിയായിരിക്കുന്നതിന് അങ്ങയുടെ ബുദ്ധി ഒരിക്കലും ഉന്നതമല്ല. അപ്പോൾ കാഴ്ചയില്ല എന്നത് ഒരു പരിമിതി തന്നെയാണ് എന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. യുധിഷ്ഠിരഃ ബഹൂൻ ക്ലേശാൻ സഹദേ. യുധിഷ്ഠിരൻ ഒരുപാട് ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് എന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ആനുശംസ്യാദനുക്രോശാത് ധർമാത് സത്യാത് പരാക്രമാത് ഗുരുത്വാത് ത്വയി സംപ്രേക്ഷ്യ ബഹുൻ ക്ലേശാം തിതിക്ഷതേ. സഹ അദ്ദേഹം, ആര്? യുധിഷ്ഠിരൻ, ആനൃശംസ്യാത് അനുക്രോശാത്. ആ നൃശംസ്യം എന്ന് പറഞ്ഞാൽ ക്രൂരത എന്നാണ് അർത്ഥം. ആനൃശംസ്യം എന്ന് പറഞ്ഞാൽ ക്രൂരതയില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സൗമ്യഭാവം. അനുക്രോശാത് എന്ന് പറഞ്ഞാൽ അനുകമ്പ കൊണ്ടും. അപ്പോൾ ക്രൂരതയില്ലായ്മ കൊണ്ടും സൗമ്യത കൊണ്ടും അനുക്രോശം അനുകമ്പ കൊണ്ടും ധർമാത് സത്യാത് പരാക്രമാത്, ധർമ്മത്താലും സത്യത്താലും പരാക്രമാത് പരാക്രമ ഗുണം കൊണ്ടും ത്വയി ഗുരുത്വാത് അങ്ങയിലുള്ള ഗുരുത്വം കൊണ്ടും ബഹൂൻ ക്ലേശാൻ സംപ്രേക്ഷ്യ തിതിക്ഷതേ ഒരുപാട് ദുഃഖങ്ങളെ ബുദ്ധിമുട്ടുകളെ സഹിക്കുന്നുണ്ട്. അദ്ദേഹമാരെ യുധിഷ്ഠിരൻ സൗമ്യഭാവത്താലും അനുകമ്പയാലും ധർമ്മവും സത്യവും പരാക്രമശാലിയുമായതുകൊണ്ടും അങ്ങയോടുള്ള ഗുരുഭക്തി കൊണ്ടും ഗുരുത്വം കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളെ സഹിക്കുന്നുണ്ട് എന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്? അയോഗ്യേഷു രാജ്യഭാര സമർപ്പണേന ശ്രേയഃ ന വർദ്ധത്തെ. അയോഗ്യരായ, യോഗ്യതയില്ലാത്തവർക്ക് രാജ്യഭാരം നൽകുന്നത് കൊണ്ട് ശ്രേയസ്, അങ്ങയുടെ പ്രശസ്തി വർദ്ധിക്കുകയില്ല എന്ന് പറയുകയാണ്. ദുര്യോധനേ സൗബലേ ച കർണേ ദുശാസനേ ച തഥാ ഏതേഷു ഐശ്വര്യമാധായ കഥം ത്വം ഭൂതിമിച്ഛസി. ത്വം ദുര്യോധനെ സൗബലെ, അങ്ങ് ധൃതരാഷ്ട്രരെ അങ്ങ് ദുര്യോധനെ, മൂത്ത പുത്രനായിട്ടുള്ള ദുര്യോധനനിലും സൗബലെ, സൗബലെ എന്ന് പറഞ്ഞാൽ ശകുനിയിലും കർണനിലും തഥാ ദുശാസനേച്ച പ്രകാരം തന്നെ ദുശാസനൻ, ദുര്യോധനൻ, ശകുനി, കർണൻ എന്നിവരിൽ ഏതേഷു ഐശ്വര്യമാധായ, ഇവരിൽ ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ തുടങ്ങിയവരിൽ ഐശ്വര്യം ആധായ ഐശ്വര്യത്തെ, രാജ്യഭാരത്തെ സമർപ്പിച്ചുകൊണ്ട് ഭൂതിം കഥം ഇച്ഛസി, ഭൂതിയെ, സമൃദ്ധിയെ, ഐശ്വര്യത്തെ എങ്ങനെയാണ്, എപ്രകാരമാണ് ആഗ്രഹിക്കുന്നത്? എന്താ പറയുന്നത്? അങ്ങ് ദുര്യോധനനിലോ ശകുനിയിലോ കർണനിലോ അപ്രകാരം തന്നെ ദുശാസനനിലോ ഈ രാജ്യഭാരം സമർപ്പിച്ച ശേഷം എപ്രകാരമാണ് അങ്ങ് രാജ്യത്തിൽ ഐശ്വര്യം ആഗ്രഹിക്കുന്നത്? അതായത് ഇവർക്കെല്ലാം രാജ്യം നൽകിയാൽ ഒരിക്കലും രാജ്യത്തിന് ഐശ്വര്യം സംഭവിക്കുകയില്ല എന്നാണ് വിതുരർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വിവേകിനോ ലക്ഷണം വദതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. വിവേകിയായിട്ടുള്ള, തെറ്റും ശരിയും തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരാളുടെ ലക്ഷണം എങ്ങനെയാണ് എന്ന് പറയുന്നു. അതായത് പണ്ഡിതന്റെ ലക്ഷണം. ആത്മജ്ഞാനം സമാരംഭ സ്ഥിതിക്ഷാ ധർമ്മനിത്യത
യമർത്ഥാനാപകർഷന്തി സ വൈ പണ്ഡിത ഉച്യതേ. ആത്മജ്ഞാനം, തൻ്റെതായിട്ടുള്ള സ്വാധ്യായത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളതായ അറിവ്, അതായത് സ്വയം ആർജിച്ചിട്ടുള്ള അറിവ്, സമാരംഭ, തൻ്റെ സാമർഥ്യം കൊണ്ട് ഉചിതമായ രീതിയിൽ ആരംഭിക്കപ്പെട്ട ഉദ്യമങ്ങൾ, തിതിക്ഷ എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ഒക്കെ അതിൻ്റെതായ രീതിയിൽ സഹിക്കുവാനുള്ള കഴിവ്, ധർമ്മനിത്യത, അതായത് കർമ്മനിരപേക്ഷത, തൻ്റെതായ കർമ്മത്തിൽ തുടരുവാനുള്ള കഴിവ് എന്നീ 4 എണ്ണം, ഇത്യേതേ എന്നീ 4 എണ്ണം ഏതൊക്കെയാണ്? ആത്മജ്ഞാനം, സ്വയം ആർജിതമായിട്ടുള്ള ജ്ഞാനം, സമാരംഭ, തൻ്റെ സാമർഥ്യം അനുസരിച്ച് ഉചിതമായ രീതിയിൽ ആരംഭിക്കപ്പെട്ട ഉദ്യമങ്ങൾ, തിതിക്ഷ, സുഖവും ദുഃഖവും ഒരുപോലെ സഹിക്കുവാനുള്ള കഴിവ്, ധർമ്മനിത്യത, തൻ്റെ കർമ്മനിരപേക്ഷത എന്നീ 4 എണ്ണം. അർത്ഥാന്യം ന അപകർഷന്തി, ഈ 4 എണ്ണം യാതൊരു മനുഷ്യനെയാണോ തൻ്റെ പുരുഷാർത്ഥങ്ങൾക്ക് വിഘാതമായി വർത്തിക്കാത്തത്, സഹ പണ്ഡിത ഉച്യതേ വൈ, ആ മനുഷ്യനാണ് പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നു. അതായത് തൻ്റെ സ്വയം ആർജിച്ചതായിട്ടുള്ള അറിവ്, തൻ്റെ സാമർഥ്യം കൊണ്ട് ഉചിതമായ രീതിയിൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള ഉദ്യമങ്ങൾ, സുഖദുഃഖങ്ങളെ സഹിക്കുവാനുള്ള കഴിവ് അല്ലെങ്കിൽ സഹിഷ്ണുത, ധർമ്മനിത്യത, കർമ്മനിരപേക്ഷത എന്നീ 4 എണ്ണം യാതൊരു മനുഷ്യനെയാണോ തൻ്റെ പുരുഷാർത്ഥങ്ങൾ, ധർമാർത്ഥ കാമ മോക്ഷം മുതലായിട്ടുള്ള പുരുഷാർത്ഥങ്ങൾക്ക് വിഘാതമായിട്ട് അപകടകരമായിട്ട് വർത്തിക്കാത്തത്, ഈ 4 എണ്ണവും തൻ്റെ പുരുഷാർത്ഥങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകുവാൻ ആർക്കാണോ കഴിയുന്നത് അദ്ദേഹത്തെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? ഇത്തരത്തിൽ സ്വയം അറിവും തൻ്റെ അറിവിനനുസരിച്ച പ്രവൃത്തിയും സുഖദുഃഖങ്ങൾ സഹിക്കുവാനുള്ള കഴിവും ധർമ്മനിരപേക്ഷതയും എല്ലാം ഉണ്ടെങ്കിലും തൻ്റെ പുരുഷാർത്ഥങ്ങളെ, ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ ശരിയായ രീതിയിൽ പാലിച്ചു കൊണ്ടുപോകുന്നവൻ ആരാണോ, അങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത് ആർക്കാണോ അവനെയാണ് പണ്ഡിതൻ അല്ലെങ്കിൽ വിവേകി എന്ന് പറയുന്നത്. അടുത്തത് പണ്ഡിതന്റെ മറ്റൊരു ലക്ഷണം പറയാണ്. പ്രശസ്ത കാര്യാവലംബി ഭവതി പണ്ഡിതഃ. പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ, ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് പണ്ഡിതൻ ചെയ്യുക. എപ്പോഴും പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണ് പണ്ഡിതൻ നിലകൊള്ളുന്നത്. നിഷേവതേ പ്രശസ്താനി നിന്ദിതാനി ന സേവതേ അനാസ്തിക ശ്രദ്ധദാന ഏതത് പണ്ഡിത ലക്ഷണം. യഹ, യാതൊരുവനാണോ, യാതൊരു മനുഷ്യനാണോ, പ്രശസ്താനി നിഷേവതേ, പ്രശംസനീയമായിട്ടുള്ള കാര്യങ്ങൾ അവലംബിച്ചുകൊണ്ട്, നിന്ദിതാനി ന സേവതേ, നിന്ദിതമായിട്ടുള്ള കാര്യങ്ങളിൽ വിമുഖത കാണിക്കുകയും, അനാസ്തികഃ, ശാസ്ത്രങ്ങളിലും ഗുരുവാക്യങ്ങളിലും ശ്രദ്ധദാനഃ, വിശ്വാസമർപ്പിച്ച് സ്വജീവിതം നയിക്കുന്നത് അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? യഹ, യാതൊരു പുരുഷനാണോ, പ്രശസ്താനി നിഷേവതേ, ലോകം ശാസ്ത്രം മുതലായവ സമ്മതിക്കുന്നതായ, അനുമതി നൽകുന്നതായിട്ടുള്ള പ്രശംസനീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നിന്ദിതാനി ന സേവതേ, നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ആ കാര്യങ്ങളോട് വിമുഖത കാണിക്കുകയും, അനാസ്തികഃ ശ്രദ്ധദാനഃ, അനാസ്തികഃ നമ്മൾ നാസ്തികനല്ലാതെ, അതായത് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പരമാത്മാവിലും എല്ലാം വിശ്വസിച്ചുകൊണ്ട്, ഗുരുവാക്യങ്ങളെ എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഇരിക്കുന്നത് അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ശാസ്ത്രങ്ങളിലും ഗുരുവിശ്വാസങ്ങളിലും ഒക്കെയുള്ള ഗുരുവാക്യങ്ങളിലൊക്കെയുള്ള വിശ്വാസത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധയുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിന്റെ വാക്കുകളിൽ വിശ്വാസമുള്ളവൻ, ശാസ്ത്രങ്ങളിൽ വിശ്വാസമുള്ളവൻ എന്നാണ് അർത്ഥം.
ഇനി അടുത്തതിൽ എന്താ പറയുന്നത്? യഹ ക്രോധാദിഭിഹി പരവശോ ന ഭവതി സഹ പണ്ഡിതോ ഭവതി. യാതൊരുവനാണോ ക്രോധം, കാമം, ക്രോധം, ലോഭം, മോഹം മുതലായവയാൽ പരവശനാകാതെ ആക്രമിക്കപ്പെടാത്തവനായിരിക്കുന്നത് അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. കാമം, ക്രോധം മുതലായവ ബാധിക്കപ്പെടാത്തത് ആരെയാണോ അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അതായത് കാമത്തിലും ക്രോധത്തിലും മോഹത്തിലുമെല്ലാം ഒരു മിതത്വം പാലിക്കുന്നവനെയാണ്, അത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ആളെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ക്രോധോ ഹർഷശ്ച ദർപ്പശ്ച ഹ്രീ സ്തംഭോ മാന്യമാനിത യമർത്ഥാനാപകർഷന്തി സവൈ പണ്ഡിത ഉച്യതേ. എന്താ പറയുന്നത്? ക്രോധ, ഹർഷ, ദർപ്പ. ക്രോധം എന്ന് പറഞ്ഞാൽ കോപം, ഹർഷ സന്തോഷം, പിന്നെന്താണ്? ദർപ്പ അഹങ്കാരം അല്ലെങ്കിൽ മതോന്മത്തത, ഹ്രീഹി എന്ന് പറഞ്ഞാൽ ലജ്ജ, സ്തംഭ ഔന്നത്യം, മാന്യമാനിത താൻ മാന്യനാണെന്ന് നടിക്കൽ മുതലായവ അർത്ഥാത് യം ന അപകർഷന്തി ആരെയാണോ പുരുഷാർത്ഥങ്ങളിൽ നിന്നും വ്യതിചലിപ്പിക്കാത്തത് സവൈ പണ്ഡിത ഉച്യതേ അങ്ങനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. ഇപ്പൊ കോപം, ഹർഷം തുടങ്ങിയവയിലുള്ള ആവേശം, മതോന്മത്തത, ഔന്നത്യഭാവം, മാന്യനാണെന്ന് നടിക്കൽ ഇവയെല്ലാം യാതൊരു പുരുഷനിലാണോ നിലനിൽക്കാത്തത്, ആരാണോ പുരുഷാർത്ഥങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്തത് അവനെ പണ്ഡിതൻ എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം നോക്കാം. യസ്യ സമാരംഭഃ പരിസമാപ്തി പര്യന്തം കേനാപി ന ജ്ഞായതേ സഹ പണ്ഡിത. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും തുടക്കത്തിലെ ചെയ്യുവാൻ പോവുകയാണ് എന്നാരെയും അറിയിക്കരുത്. ആ പ്രവൃത്തി ചെയ്ത് അതിൻ്റെ ഫലം കിട്ടിയ ശേഷം മാത്രമേ, ആ ഫലത്തിലൂടെ മാത്രമേ മറ്റുള്ളവർ നമ്മളുടെ പ്രവൃത്തി എന്തായിരുന്നു എന്ന് അറിയുവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. യസ്യ കൃത്യം ന ജാനന്തി മന്ത്രം വാ മന്ത്രിതം പരേ കൃതമേവാസ്യ ജാനന്തി സവൈ പണ്ഡിത ഉച്യതേ. യസ്യ കൃത്യം യാതൊരു പുരുഷന്റെയാണോ യാതൊരു മനുഷ്യന്റെയാണോ കൃത്യം കർത്തവ്യം അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ നേട്ടങ്ങൾ മന്ത്രം വാ മന്ത്രിതം വാ പരേന്ന ജാനന്തി മന്ത്രണം വാ ഇതരേ ജനാഹ വാ ശത്രുവോ വാ ന ജാനന്തി. യാതൊരാളുടെയാണോ കർമ്മ പദ്ധതികൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിഗൂഢമായിട്ട് വയ്ക്കേണ്ടത്. അസ്യ കൃതം ഏവ ജാനന്തി അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങളെല്ലാം തന്നെ ചെയ്ത ശേഷമാണ് എല്ലാവരും അറിയുന്നത് എന്നുണ്ടെങ്കിൽ സഹ വൈ പണ്ഡിത ഉച്യതേ അദ്ദേഹത്തെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. യാതൊരുവന്റെയാണോ കർത്തവ്യത്തെ എന്താണ് നിഗൂഢമായിട്ട് വയ്ക്കുകയും മറ്റാരും അറിയാതെ സൂക്ഷിക്കുകയും അസ്യ കൃതം ഏവ ജാനന്തി ചെയ്ത ശേഷം പരിസമാപ്തിക്ക് ശേഷം മാത്രം മറ്റു ജനങ്ങൾ അറിയുകയും ചെയ്യുന്നത് അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജാവിന്റെ കർമ്മ പദ്ധതികൾ എന്താണ്, ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് എപ്പോഴും നിഗൂഢമായി വയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്താൽ ചെയ്യപ്പെടുന്ന കാര്യവും അദ്ദേഹത്താൽ നൽകപ്പെടുന്ന നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന് മന്ത്രിമാരാൽ നൽകപ്പെടുന്ന രഹസ്യ ഉപദേശങ്ങളും അന്യരാൽ അറിയപ്പെടുവാൻ പാടുള്ളതല്ല. പിന്നെ കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം അതിന്റെ പൂർത്തീകരണത്തിൽ മാത്രമേ മറ്റുള്ളവർ അത് മനസ്സിലാക്കുവാൻ പാടുകയുള്ളൂ. ഇപ്രകാരം ഏത് രാജാവാണോ തനിക്ക് കിട്ടുന്ന രഹസ്യങ്ങൾ നിഗൂഢമായി സൂക്ഷിക്കുകയും തന്റെ കർമ്മങ്ങളെല്ലാം തന്നെ നിഗൂഢമായി ചെയ്യുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ പണ്ഡിതനായിട്ട് കണക്കാക്കുന്നു, ഒരു പണ്ഡിതനായ രാജാവായി കണക്കാക്കുന്നു. ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം തന്നെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവനാണ് പണ്ഡിതനായ രാജാവ്. അടുത്തത് പറയുകയാണ്, ആരബ്ധസ്യ കർമ്മണോ വിഘ്നേ സഞ്ജാതേ അപി യഹ പരിസമാപ്ത്യർത്ഥം യത്നവാൻ ഭവതി സഹ പണ്ഡിതവാൻ. യാതൊരുവനാണോ ചെയ്തു തുടങ്ങിയ കാര്യത്തിൽ വിഘ്നം സംഭവിച്ചാലും അതിന്റെ പരിസമാപ്തി വരെ, അതിന്റെ ഫലം കിട്ടുന്നത് വരെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് പണ്ഡിതൻ. യസ്യ കൃത്യം ന വിഘ്നന്തി
ശീതമുഷ്ണം ഭയം രതിഃ സമൃദ്ധിർവാ സ വൈ പണ്ഡിത ഉച്യതേ. എന്താ പറയുന്നത്? യാതൊരു ശീതം ഉഷ്ണം ഭയം രതിഃ. ശീതം എന്ന് പറഞ്ഞാൽ തണുപ്പ്, ഉഷ്ണം ചൂട്, ഭയം ഭീതി, രതി എന്ന് പറഞ്ഞാൽ ആസക്തി, സമൃദ്ധിഃ അസമൃദ്ധിഃ വ സമൃദ്ധിയോ സമ്പത്തോ വിപത്തോ ഇവകളാൽ യസ്യ കൃത്യം ന വിഘ്നന്തി യാതൊരു പുരുഷന്റെയാണോ കർത്തവ്യങ്ങൾക്ക് വിഘ്നമൊന്നും വരാത്തത്. അതായത് ശീതം ഉഷ്ണം ഭയം രതി, തണുപ്പ് ചൂട് ഭയം, പിന്നെ ആസക്തി സ്ത്രീകളോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയസുഖങ്ങളോടുള്ള ആസക്തി, സമ്പത്തോ വിപത്തോ ഇതൊന്നും തന്നെ യാതൊരുവന്റെയാണോ പ്രവർത്തികളെ അല്ലെങ്കിൽ കർത്തവ്യങ്ങളെ ബാധിക്കാത്തത്, തടസ്സം നിൽക്കാത്തത്, സ വൈ പണ്ഡിത ഉച്യതേ അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പോൾ തണുപ്പ് ചൂട് ഭീതി വനിതാസക്തി സ്ത്രീകളോടുള്ള ആസക്തി സമ്പത്ത് വിപത്ത് ഇവകളാൽ യാതൊരു പുരുഷന്റെ കർമ്മങ്ങൾക്കാണോ വിഘ്നങ്ങളൊന്നും തന്നെ സംഭവിക്കാത്തത് അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ തൻ്റെ പ്രവൃത്തി ചെയ്യുന്ന വഴിയിൽ വന്നെത്തുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് പോകുവാൻ സാധിക്കുന്നത് ആർക്കാണോ അവനെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് പണ്ഡിത ലക്ഷണം എന്ന് യൂണിറ്റ് 3-ലെ 3-ാമത്തെ യൂണിറ്റില് പണ്ഡിത ലക്ഷണം എന്ന് പറയുന്ന ഭാഗം ഇത്രയുമാണ്. ഇനി പണ്ഡിത ലക്ഷണത്തിന്റെ ബാക്കി ഭാഗം വരുന്നത് 4-ാമത്തെ യൂണിറ്റിലാണ്. അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് പണ്ഡിത ലക്ഷണം എന്താണ് എന്ന് ഉപന്യാസ രൂപത്തിൽ എഴുതുവാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ചേർത്ത് വേണം എഴുതാൻ. ഇനി അടുത്ത യൂണിറ്റാണ്, അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.